മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിലെ തർക്കത്തിനിടെ നിയമസഭാ കക്ഷി യോഗം ചേരും. നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസനിക്കും എംഎൽഎമാരോട് അഭിപ്രായം തേടുകയാണ്. ഘടകകക്ഷി നേതാക്കളെ അവർ കാണും. കെ.സി. വേണുഗോപാലിനും വി.ഡി. സതീശനും പിന്തുണ പ്രഖ്യാപിച്ച് വിവിധ ഇടങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകളും ഉയർന്നു വരുന്നുണ്ട്. അതേസമയം മുഖ്യമന്ത്രി ചർച്ചാ തെരുവിലേക്ക് നീങ്ങുന്നതിൽ ഹൈക്കമാൻഡിനും കടുത്ത അതൃപ്തിയുണ്ട്. ഒരു ഘട്ടമല്ല ഇത്. ഇപ്പോൾ പൊതുവിൽ എല്ലാവരും സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി നിൽക്കുന്ന ഒരു ഘട്ടമാണ്. പ്രതികൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഘട്ടങ്ങളിൽ സംസാരിച്ചതുപോലെ ഭരണത്തിന്റെ ഉത്തരവാദിത്വം ജനങ്ങൾ ഏൽപ്പിക്കുന്ന ഘട്ടങ്ങളിൽ സംഘടന സംസാരിക്കേണ്ടതെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉചിതമായ തീരുമാനം നേതൃത്വം എടുക്കും. നേതൃത്വം തന്നെയാണ് എല്ലാ കാലത്തും എടുക്കാറില്ല. അപ്പോൾ തീരുമാനം ബന്ധപ്പെട്ട കാര്യങ്ങൾ വഴി അറിയിക്കുന്നതാണ്. വിവരങ്ങളുമായി അൺഫിൽറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. അൺഫിൽറ്റ്, ഈ 3 പേർക്കുമെതിരെ വിവിധ ഇടങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ ഉയരുകയാണ്. അതേസമയം ചരടുവലി ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാകും മുഖ്യമന്ത്രി എന്നുള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളവും. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഏറ്റവും നിർണായകമായ യോഗമാണ്, നിർണായകമായ KPCC യോഗമാണ് ഇപ്പോൾ KPCC ആസ്ഥാനത്ത് നീക്ക MLA-മാരുടെ നിയമസഭാ കക്ഷി യോഗമാണ് ചേരുന്നത്. ഇതുവരെ ചേർന്നിട്ടില്ല, തുടങ്ങാൻ പോകുന്നതിലൂടെ അല്പസമയത്തിനുള്ള ആരംഭിക്കും. നേതാക്കന്മാരെല്ലാവരും തന്നെ MLA-മാർ ഓരോരുത്തരും നീക്ക MLA-മാർ ഓരോരുത്തരും KPCC ആസ്ഥാനത്ത് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. നിരീക്ഷകർ അല്പസമയത്തിന് തന്നെ എത്തും. നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസനിക്കും അല്പസമയത്തിന് തന്നെ അവരിവിടെ ഒരു മസ്റ്റർ ഹോട്ടലിൽ തങ്ങുകയാണ്. അല്പസമയത്തിനുള്ളിൽ അവർ ഇവിടെ അവർ ഹോട്ടലിൽ തങ്ങിയപ്പോൾ തന്നെ നേതാക്കന്മാർ അവരെ കാണാനായി അവിടെ പോവുകയും അവിടെ മുതൽ തന്നെ ചർച്ചകളൊക്കെ സജീവമായ ചർച്ചകളും നീക്കങ്ങളും ഒക്കെ അവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ MLA-മാരുടെ യോഗം വിളിക്കുന്നു. ആ യോഗം പങ്കെടുക്കാൻ എല്ലാവരും KPCC ആസ്ഥാനത്തെത്തുന്നു. ഈ യോഗം എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമായ യോഗമാണ്. എന്നാൽ ഈ യോഗത്തിന് ശേഷം MLA-മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിരീക്ഷകർ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു യോഗത്തിൽ വെച്ചവരുടെ അഭിപ്രായം ആരായുന്നതിനേക്കാൾ നല്ലത് അതിനപ്പുറത്തേക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് തനിയെ കാണുന്നു, തനിയെ കണ്ടവരുടെ അഭിപ്രായങ്ങൾ ആരായുന്നു. അതിനുശേഷം ഘടകകക്ഷികളുമായും അഭിപ്രായം ചേരാൻ തന്നെയാണ് സാധ്യത. കാരണം ഘടകകക്ഷികളുടെ പ്രധാനമായും RSP ഒറ്റകക്ഷിയുള്ള ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരെയും അഭിപ്രായം അവരുടെ കൂടി കണക്കിലെടുക്കുന്നു. കാരണം അത്രയേറെ രീതിയിൽ തന്ത്രങ്ങളും സമ്മർദ്ദ തന്ത്രങ്ങളുമായാണ് 3 പക്ഷവും ചെന്നിത്തലപക്ഷം, നീതിപക്ഷം, KC പക്ഷവും ഇവിടെ നിൽക്കുകയാണ് വളരെ സജീവമായി. ഫ്ലക്സ് യുദ്ധം അവസാനിക്കുന്നില്ല. ഫ്ലക്സുകൾ KPCC ആസ്ഥാനത്ത് വരെ KC വേണുഗോപാലിനെ CM ആക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഫ്ലക്സ് ഉയർന്നു. മറ്റ് ജില്ലകളിലൊക്കെ തന്നെ വി.ഡി. സതീശനും KC വേണുഗോപാലിനുമായി ഫ്ലക്സുകൾ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ KC ആകട്ടെ അദ്ദേഹം ഇതിൽ നിന്ന് പിന്മാറുന്നില്ല. KC അനുകൂലിക്കുന്ന MLA-മാരോട് അനുകൂലിക്കുന്ന വിഭാഗത്തോടും KC ഇപ്പോഴും പറയുന്നതും താൻ ഈ പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടില്ല, അവസാനം വരെയും താൻ പരമാവധി ഈ പോരാട്ട രംഗത്ത് തന്നെ ഉണ്ടാകും. അതായത് മുഖ്യമന്ത്രി ആകാനുള്ള ആ ഒരു പോര് KC വളരെ സജീവമായി തന്നെ നിലനിൽക്കുമെന്ന് അദ്ദേഹത്തോട് ഏറ്റവും അടുത്ത അനുയായികളോട് അദ്ദേഹം പല ആവർത്തി ആ സൂചന നൽകിയിരിക്കുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ PR വർക്ക് വളരെ സജീവമായി നടക്കുന്നത്. അതോടൊപ്പം തന്നെയും വി.ഡി. സതീശ പക്ഷവും തന്നെ ഘട്ടത്തിൽ പോലും വി.ഡി. സതീശന് കൃത്യമായ തന്നെ സ്ട്രാറ്റജിയുമായി മുന്നോട്ട് പോകുന്നു. വി.ഡി. സതീശൻ ഒരു കൃത്യമായ ഒരു സമ്മർദ്ദ തന്ത്രം പ്രയോഗിക്കുന്ന ഏതെങ്കിലും രീതിയിൽ താൻ ചർച്ചകൾ വഴിമാറിപ്പോകുന്നു. KC-യിലേക്ക് ചർച്ചകൾ പോകുന്ന ഒരു ഘട്ടം വരുമ്പോൾ അടുത്ത തീരുമാനം എന്നത് അതിനെ ആദ്യമേ സൂചിപ്പിക്കുന്നത് തന്നെയാണ് പൂർണ്ണമായി വിട്ടു നിൽക്കുന്ന ആ കടുത്ത സമ്മർദ്ദ തന്ത്രത്തിലേക്ക് അദ്ദേഹം പോകുമെന്നുള്ള സൂചന അദ്ദേഹം ഇപ്പോഴും അത് ആവർത്തിച്ചുകൊണ്ടേ തന്നെ ഇരിക്കണം നിലപാട്. അതാണ് ഇപ്പോഴും ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കുന്നത്. അതേസമയം ഈ ചെന്നിത്തല പക്ഷവും പഴയ അദ്ദേഹത്തിന്റെ ആ ഒരു നിലപാട് അദ്ദേഹം ഇപ്പോഴും ഉയർത്തുകയാണ്. തന്റെ സീനിയോറിറ്റി ഉൾപ്പെടെയുള്ള മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള അത് തന്നെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ നിരീക്ഷകരായി എത്തിയിരിക്കുന്നവരോട് ചെന്നിത്തല ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മുതിർന്ന നേതാക്കൾ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ ഈ VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ പുറത്തു നിൽപ്പുണ്ട്. ഇവരൊക്കെ തന്നെ ഒരു കീഴ്വഴക്കം, കോൺഗ്രസിന്റെ ഒരു കീഴ്വഴക്കം എന്ന് പറയുന്നത് MLA-മാരുടെ അഭിപ്രായം ചോദിച്ച് ഭൂരിപക്ഷം MLA-മാർ ആരെയാണ് പിന്തുണയ്ക്കുന്നത് അവർ ആ രീതിയിൽ സാധാരണ എങ്ങനെയാണോ പോകുന്ന കീഴ്വഴക്കം ആ കീഴ്വഴക്കത്തിനനുസരിച്ച് പോട്ടെ എന്ന് പറയുമ്പോൾ അതിൽ കുറച്ചു പേർ ഇപ്പോഴും വി.ഡി. സതീശൻ അങ്ങനെ ആകുമ്പോൾ മുഖ്യമന്ത്രി ആകാൻ സാധ്യതയില്ല. KC-യിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഒരു കുറച്ച് നേതാക്കന്മാർ ഇപ്പോഴും KC എന്ന രീതിയിലേക്ക് പോകുമ്പോഴും അതിനപ്പുറത്തേക്ക് ഒരു വലിയൊരു വിഭാഗം ഇപ്പോഴും സതീശൻ തന്നെ മുഖ്യമന്ത്രി ആകണം എന്ന രീതിയിലേക്ക് ചർച്ചകളൊക്കെ വരികയാണ്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് നടക്കുന്ന യോഗം എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമായ യോഗം തന്നെയാണ്.
ആ യോഗത്തിൽ നിർണായകമായ യോഗം തന്നെയാണ്. ആ യോഗത്തിൽ എന്ത് തീരുമാനമാണോ എടുക്കുന്നത് അതായിരിക്കും ഇനി അങ്ങോട്ടുള്ള തുടർ ദിവസങ്ങളിലൊക്കെ ഏത് നേതാവിലേക്ക് ആ ഒറ്റപ്പേരിലേക്ക് ചുരുങ്ങുക എന്ന് പറയുന്നത് ഹൈക്കമാൻഡ് സംബന്ധിച്ചൊരു വെല്ലുവിളി തന്നെയാണ്. അതിൻ്റെ ഒരു അടിസ്ഥാനപരമായി ഇന്ന് നടക്കുന്ന തീരുമാനങ്ങൾ തന്നെയായിരിക്കും അതിനെ ഏറ്റവും അധികം ബലപ്പെടുത്തുക. അതോടൊപ്പം തന്നെയും ഈ നേതാക്കളൊക്കെ തന്നെയും ഇവരെ MLA-മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുമ്പോൾ എന്ത് നിലപാടായിരിക്കും MLA-മാർ സ്വീകരിക്കുക, ആരെയാകും ഇവർ പിന്തുണയ്ക്കുക, അതിനനുസരിച്ച് വേണം എത്രയും വേഗം ആ 3 പേരിൽ നിന്ന് മാറി ഒറ്റപ്പേരിലേക്ക് മാറുക. അത് തന്നെയാണ് ഈ കേന്ദ്ര നിരീക്ഷകരായി എത്തിയിരിക്കുന്നവരുടെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി. അത് എത്രത്തോളം വേഗത്തിലാക്കണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം ഈ പരസ്യമായ പൊട്ടിത്തെറിയും അതൊരു രൂക്ഷതയിലേക്കോ അല്ലെങ്കിൽ വലിയ രീതിയിലേക്ക് കലാപത്തിലേക്ക് മാറുന്നതിന് മുമ്പ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. കാരണം ഇവരുടെ ഈ കലാപവും പൊട്ടിത്തെറിയും ഒക്കെ ആകുന്ന ഒരു വക്കിലെത്തി നിൽക്കുമ്പോൾ അത് കേന്ദ്ര ഹൈക്കമാൻഡിനായാലും കടുത്ത അതിർത്തിയിലാണ്. പക്ഷെ അതെങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കണം എന്നതിനെക്കുറിച്ചാണ് അവർ തീവ്രമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ MLA-മാരുടെ നിയമസഭാ കക്ഷി യോഗം വിളിച്ചു ചേർക്കുന്നത്. അതോടൊപ്പം ഈ 3 പക്ഷത്തിൽ നിൽക്കുന്ന ഈ 3 പേരും പ്രത്യേകിച്ച് KC പക്ഷവും VD സതീശ പക്ഷവും ഒക്കെ വളരെ ശക്തമായ ചില തന്ത്രങ്ങളും കരുക്കളും നീക്കുന്നുണ്ട്. ഘടകകക്ഷികളെ അവർ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നു. ഈ ഘടകകക്ഷികളെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുമ്പോൾ പ്രധാനമായും ഘടകകക്ഷികൾക്ക് കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ മറ്റ് ക്യാബിനറ്റ് റാങ്കുള്ള പദവികൾ, അതിനപ്പുറത്തേക്ക് ഭരണത്തിൽ വരുമ്പോൾ മറ്റു ചുമതലകൾ, ഇതൊക്കെ തന്നെ അവർ വാഗ്ദാനം ചെയ്ത് ആ പിന്തുണ ഘടകകക്ഷിയുടെ പിന്തുണ ഉറപ്പിക്കാൻ വേണ്ടി KC പക്ഷവും സതീശ പക്ഷവും ഒപ്പം തന്നെ ചെന്നിത്തല പക്ഷവും ഒക്കെ അങ്ങനെ ഒരു നീക്കവും കൂടി നടത്തുകയാണ്. അതായത് ഒപ്പം MLA-മാർ കൂടുതലുമുള്ളത് KC-ക്കാണ്. അപ്പോൾ MLA-മാരുടെ പിന്തുണ കുറവുള്ളവർ ആകട്ടെ ഘടകകക്ഷികളുടെ അഭിപ്രായം കേന്ദ്രം അന്വേഷിക്കും, കേന്ദ്ര നിരീക്ഷകർ. അപ്പോൾ ഘടകകക്ഷികളുടെ തങ്ങൾക്ക് ആ പിന്തുണ ഉറപ്പിക്കാനായി അങ്ങനെ ചില നീക്കങ്ങളും ഈ 3 പക്ഷവും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റവും നിർണായകമായ ദിനങ്ങളിലൂടെയാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് രാഷ്ട്രീയം കടന്നു പോകുന്നത്. കാരണം 2-3 ദിവസത്തിനുള്ളിൽ പരമാവധി എത്രയും വേഗത്തിൽ തന്നെ മുഖ്യമന്ത്രി 3 പേരിൽ നിന്ന് ഒരാളിലേക്ക് ആ ഒറ്റപ്പേരിലേക്ക് എത്തുക എന്ന് പറയുന്ന ഏറ്റവും വലിയ നീക്കം നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള ചരടുവലികളാണ് ഈ 3 പക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അൺഫിൽറ്റ് സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആരാകും എന്നതിൽ സസ്പെൻസ് തുടരുന്നു. മറുഭാഗത്ത് ചരടുവലികൾ നടക്കുകയാണ്. ഇപ്പോൾ ഈ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി ആക്കണമെന്ന ആവശ്യവുമായി K സുധാകരനും രംഗത്തെത്തിയിരിക്കുകയാണ്. നിരീക്ഷകർക്ക് അദ്ദേഹം കത്തയക്കുകയും ചെയ്തിട്ടുണ്ടല്ലേ? അദ്ദേഹം അതോടൊപ്പം തന്നെ അദ്ദേഹം മുൻ KPCC അധ്യക്ഷനാണ്. ഈ ഓരോ ഘട്ടങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിൽ പോലും K സുധാകരനിലേക്ക് നിലപാട് നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ K സുധാകരൻ ഹൈക്കമാൻഡിനെ മുഖ്യമന്ത്രി ചർച്ചകളെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ആരാക്കണമെന്ന നീക്കങ്ങൾ തകൃതിയായി നടക്കുമ്പോൾ K സുധാകരന്റെ ഭാഗത്തു നിന്നൊരു കത്ത് പോയിട്ടുണ്ട് ഹൈക്കമാൻഡിന്. ആ കത്തിൽ അദ്ദേഹം KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള വാചകങ്ങൾ അതിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ KC വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു കത്താണ് K സുധാകരന്റെ ഭാഗത്തു നിന്ന് ഹൈക്കമാൻഡിൽ പോയിരിക്കുന്നത്. നമുക്കറിയാം തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തന്നെ ഒരാഴ്ച മുമ്പ് ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം K സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയായതാണ്, വിവാദമാവുകയും ചെയ്തതാണ്. KC വേണുഗോപാലിന് ഉമ്മൻചാണ്ടിക്ക് ശേഷം അല്ലെങ്കിൽ കരുണാകരന് ശേഷം കേരള രാഷ്ട്രീയം കൊണ്ട് ഏറ്റവും സമുന്നതനായ ദീർഘവീക്ഷണമുള്ള ഒരു നേതാവാണ് KC വേണുഗോപാൽ. അദ്ദേഹമാണ് ഇനി അടുത്ത് കേരളത്തെ നയിക്കേണ്ടത് എന്ന രീതിയിലൊക്കെ അദ്ദേഹം KC-യെ വാനോളം പുകഴ്ത്തിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണ്. അതിന്റെ തുടർച്ച അതിനുശേഷം ഹൈക്കമാൻഡിൽ നിന്ന് താക്കീത് പോലും നൽകുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായി. അതിനുശേഷം നിശബ്ദനായിരുന്ന K സുധാകരനാണ് ഇപ്പോൾ ഈ ചർച്ചകൾ ഏറ്റവും നിർണായകമായി നടക്കുന്ന മണിക്കൂറുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഹൈക്കമാൻഡിന് കത്തയക്കുന്നു. അതായത് തന്റെ നിലപാട്, താൻ ആരെ പിന്തുണയ്ക്കുന്നു എന്ന രീതിയിൽ അദ്ദേഹം KC വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ട് ഒരു കത്താണ് ഹൈക്കമാൻഡിന് നൽകിയിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഹൈക്കമാൻഡിന്റെ 3 പേരിൽ ആരെ എന്ന രീതിയിലേക്ക് വരുമ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് KC ആണോ VD ആണോ എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോകുന്നത്. രമേശ് ചെന്നിത്തല പിക്ചറിലുണ്ട്. അദ്ദേഹം 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇനി KC ആണോ VD ആണോ ഇവർ 2 പേരിൽ ആരെങ്കിലും ഒരാളെ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ KC-യെ സംബന്ധിച്ച് നിയമസഭാ നിയുക്ത MLA-മാർ കൂടുതൽ പിന്തുണ. അപ്പോൾ ഈ 63 MLA-മാരുണ്ടെങ്കിൽ അതിൽ KC ഭാഗം പറയുന്നത് 50 പേരോളം തന്നെ പിന്തുണയ്ക്കുമെന്നാണ്. ഈ 50 പേരോളം പിന്തുണയ്ക്കുന്നെങ്കിൽ ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷം 40 പേർ, 40-45 പേർ എന്തായാലും KC-യെ പിന്തുണയ്ക്കുന്ന KC പക്ഷം തന്നെയാണ്. അതിലൊരു സംശയമില്ല. അങ്ങനെ വരുമ്പോൾ അഭിപ്രായം തരുമ്പോൾ കൂടുതൽ പേരും KC-യെ പിന്തുണയ്ക്കുന്നു. ഇത് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് മറ്റ് ഘടകകക്ഷികളുടെ ഒക്കെ നീക്കം നടത്തുന്നു. മറുഭാഗം സാധ്യതകൾ KC-യിലേക്ക് പോകുന്നത് ഇപ്പോൾ K സുധാകരൻ പിന്തുണയ്ക്കുന്നത് മുതിർന്ന നേതാക്കളിൽ അദ്ദേഹം പിന്തുണയ്ക്കുന്നത് KC-യാണ്. മുല്ലപ്പള്ളി ഒരർത്ഥത്തിൽ MLA-മാരുടെ ഒരു കീഴ്വഴക്കം അനുസരിച്ച് MLA-മാരുടെ പിന്തുണ ആരാണോ അതനുസരിച്ച് മുഖ്യമന്ത്രിയാണോ മുല്ലപ്പള്ളി മുൻ KPCC അധ്യക്ഷനാണ്. അദ്ദേഹം ഇക്കാര്യം പറയുമ്പോൾ പരസ്യമായി തന്നെ അദ്ദേഹം പറയുമ്പോൾ അത് KC-ക്ക് അനുകൂലമായാണ് വരുന്നത്. കാരണം കൂടുതൽ MLA-മാർ KC-യുടെ പക്ഷത്താണുള്ളത്. VM സുധീരനായാലും അദ്ദേഹം ഇതുവരെ അങ്ങനെ വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും
ഈ ഹസൻ MM ഹസൻ VD സതീശനിലെ മുൻ KPCC അധ്യക്ഷന്മാര് VD സതീശനോട് ഒരു അനുകൂല സമീപനം സ്വീകരിക്കുന്നവരല്ല നിലവിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു വിഭാഗം നേതാക്കൾ KCയെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ KCക്ക് ഒരു മുൻതൂക്കം ലഭിക്കുന്നു. പക്ഷെ അതിനപ്പുറം ആ ഒരു മുൻതൂക്കം ഈ ഹൈക്കമാൻഡ് സമിതിയെ സമ്മർദ്ദത്തിലാക്കുകയാണ്. കാരണം അങ്ങനെ വരുമ്പോൾ KC ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക പോലും ചെയ്യാത്ത KCയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ VD സതീശൻ ഇത്രയേറെ ഏറ്റവും കൂടുതൽ സ്പീക്കറിലേക്ക് എത്തിച്ച VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന 5 വർഷം സമരങ്ങളിലേക്ക് മുന്നിൽ നയിച്ച VD സതീശനെ ഒഴിവാക്കി KCയിലേക്ക് കാര്യങ്ങൾ നീക്കുമ്പോൾ VD സതീശന്റെ നിലപാട് അത് തന്നെ ഇവരെ ഭയപ്പെടുത്തുന്നത്. എന്ത് രീതിയിൽ ഒരു വിധത്തിൽ പോലും അദ്ദേഹം അനുനയത്തിന് അദ്ദേഹം വഴങ്ങുമെന്ന് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധ്യമല്ല. അങ്ങനെ വരുമ്പോൾ VD സതീശന് നിലവിൽ MLA-മാരുടെ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളുടെ പിന്തുണ KCയുടെ അത്ര തന്നെ അദ്ദേഹത്തിന് ഇല്ല എങ്കിൽ പോലും ഇങ്ങനെ ഒരു നിലപാടിൽ KCയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നെങ്കിൽ VD സതീശൻ എന്ത് നിലപാട് സ്വീകരിക്കുന്നത് ഒരു വൻ പൊട്ടിത്തെറിയിലേക്ക് മാറും. ഇതൊക്കെ തന്നെയാണ് ഹൈക്കമാൻഡിനെ ഭയപ്പെടുത്തുന്നു, ഹൈക്കമാൻഡ് ആശങ്കയോടെ നോക്കുന്നതും ഹൈക്കമാൻഡിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയും. ഏറ്റവും ഒടുവിൽ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലെ ഒരു സമൂഹത്തിൽ നിന്ന് ഉയരുന്ന വലിയ രീതിയിലുള്ള കലാപങ്ങളോ കലഹങ്ങളിലേക്കൊക്കെ ഉയരുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. ഒരു പക്ഷേ ഈ ഹൈക്കമാൻഡിന്റെ അവർ ഏത് കൃത്യമായ ഒരു സ്ട്രാറ്റജിയിലൂടെ അല്ലെങ്കിൽ കൃത്യമായ ഏത് രീതിയിലാണോ ഒരു ഒറ്റപ്പേരിലേക്ക് ഒതുങ്ങുക ആ രീതിയിൽ വരുമ്പോൾ സ്വാഭാവികമായും KCക്കായിരിക്കും മുൻതൂക്കമെങ്കിലും അതിനുശേഷം കാര്യങ്ങൾ മാറി മറിഞ്ഞ് ഏറ്റവും ഒടുവിൽ ഒരുപക്ഷെ സത്യപ്രതിജ്ഞ ചെയ്യുക VD സതീശൻ തന്നെ ആയിരിക്കും എന്ന രീതിയിലാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ഇന്ദിരാഭവന് മുന്നിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. ശരി, അൺഫിലിറ്റാണ് വിവരങ്ങൾ നൽകിയത്.